ലൈവില് ജാസ്മിൻ സായിയുടെ അടുത്ത് കിടന്ന് ഇങ്ങനെ മെഴുകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തന്റെ ഭാഗം എങ്ങനെ ക്ലിയർ ചെയ്യണം, തന്റെ ഭാഗത്തുള്ള ന്യായങ്ങൾ എങ്ങനെ വിശദീകരിക്കണം, അല്ലെങ്കിൽ തെറ്റുകൾ എങ്ങനെ ശരികളാക്കണം എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ജാസ്മിൻ ഓരോ പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് സായിയുടെ അടുത്ത് കിടന്ന് അവിടെ കിടന്നിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞ് സായി കാറിലിരുന്നിട്ട് കുറെ ഡയലോഗുകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ജാസ്മിൻ സംസാരിക്കുന്ന സമയത്ത് സായിക്ക് അവിടെ പറയാനായിട്ട് മറുപടികളോ ചോദ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജാസ്മിന് ഒപ്പം നിന്ന് സംസാരിക്കാനായിട്ട് സായിക്ക് അവിടെ കഴിയുന്നില്ല. സായി അക്കാര്യത്തിൽ ഒരു ഗംഭീര തോൽവിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അവിടെ ജാസ്മിൻ അവിടെ അതുപോലെ സംസാരിച്ചിട്ട് പോലും സായിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ജാസ്മിൻ ഓരോരോ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ 12 പേർക്കുള്ള രാജാവാണ് സിബിൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ കാരണങ്ങളും ജാസ്മിൻ അവിടെ പറയുന്നുണ്ട്, അതിന് ഉദാഹരണങ്ങളും ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എതിർക്കുന്നുണ്ട്, 12 പേർക്കുള്ള ഞങ്ങളുടെ രാജാവ് ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് എതിർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ചെയ്ത മുമ്പത്തെ കാര്യങ്ങൾ, ജാസ്മിൻ എന്തുകൊണ്ട് ഈ വീട്ടിൽ വെറുക്കപ്പെട്ടവളായി എന്നുള്ള തോന്നല്. അതുപോലെ തന്നെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിലുള്ള എല്ലാവരും ഇപ്പോ എന്നെ എതിർക്കുന്നത്, അല്ലെങ്കിൽ എന്നെ എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. ഗബ്രിയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഗബ്രിയുടെ വിഷയം സംസാരിക്കാനല്ല വന്നത്, ജാസ്മിന്റെ വിഷയം സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ പുറത്തു നിന്ന് നിങ്ങൾക്ക് അത്രയും കട്ട സപ്പോർട്ട് കിട്ടുമെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സമയത്ത് സായി പറഞ്ഞു, അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ പുറത്തു നിന്നുള്ള പ്രേക്ഷകരുടെ കയ്യടി. പിന്നെ അബി പറഞ്ഞത്, അബി ജാസ്മിന്റെ ഒപ്പം നിന്നപ്പോൾ അത് ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, വീഡിയോയിൽ അവരുടെ മുഖം അത്ര സുഖമല്ലെന്ന് അബി പറഞ്ഞത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും പ്രവർത്തികൾ, നിങ്ങൾ വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പുറത്ത് എനിക്ക് അത്രയും നെഗറ്റീവ് ഇമേജ് ആണെന്ന്. അതുകൊണ്ട് തന്നെ എന്നെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് സ്ഥാനം കിട്ടും എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ അടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവിടെ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ജാസ്മിൻ അവിടെ ഇരുന്ന് അതുപോലെ കിടന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, മെഴുകി തോൽപ്പിക്കുന്നുണ്ട് എന്തായാലും. പക്ഷേ അവിടെ ജാസ്മിന്റെ ഒപ്പം മുട്ടി നിൽക്കാനായിട്ട് സായിക്ക് കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ സായിയുടെ അടുത്ത് എനിക്ക് സഹതാപം തോന്നിപ്പോയി. ജാസ്മിനെ ഓരോ പോയിന്റുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് സായിക്ക് അവിടെ ജാസ്മിനെ എതിർക്കാനായിട്ട് സാധിക്കും, പക്ഷെ സായിക്ക് അതിന് കഴിയുന്നില്ല.